ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യമനിൽ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ടോം ഉഴുന്നാലിന്റെ അഭ്യർത്ഥന ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഗതി വന്നതെന്നും തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഫാദർ ടോം. ആരോഗ്യം വളരെ മോശമാണെന്നും വൈദ്യസഹായം ലഭിക്കേണ്ടതുണ്ടെന്നും ഫാദർ വീഡിയോയിൽ പറയുന്നു. ക്രൈസ്തവ സഭയോടും മാർപ്പാപ്പയോടും ഫാദർ സഹായം അഭ്യർത്ഥിച്ചു. ജീവനു വേണ്ടി കേന്ദ്ര സർക്കാരിനോടും രാഷ്ട്രപതിയോടും ക്രൈസ്തവ സഭകളോടും മാർപ്പാപ്പയോടും യാചിച്ചുകൊണ്ടാണ് യമനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിന്റെ വീഡിയോ സന്ദേശം. തന്റെ ആരോഗ്യം വളരെ മോശമാണെന്നും വൈദ്യസഹായം വേണമെന്നും ഫാദർ വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു. I am very sad that nothing has been done seriously in my regard. Reports have been in the news that everything is being done to get me released quickly, but in reality nothing seemed to have happened. I am very sad and depressed. I request also my fellow Christians in India, the bishops and priests, to do their might to get me released and save my life. I need your help. Please help me. ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകയും തട്ടിക്കൊണ്ടുപോയിരുന്നുവെന്നും എന്നാൽ ഫ്രഞ്ച് സർക്കാർ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ കാര്യവും ഫാദർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ ദുരിതം വന്നതെന്നും ഫാദർ ടോം ഉഴുന്നാലൻ വ്യക്തമാക്കുന്നു. തട്ടിക്കൊണ്ടുപോയവർ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ആരും പ്രതികരിക്കുന്നില്ലെന്നാണ് ഫാദറിന്റെ വാക്കുകൾ. അതിനാൽ തന്നെ തട്ടിക്കൊണ്ടുപോയവർ മറ്റാരെങ്കിലും മുഖാന്തരം എംബസിയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാണ് കരുതുന്നത്. യൂട്യൂബിൽ സലേഹ് സലേം എന്നയാളിന്റെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ ക്രിസ്മസ് ദിനത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതാരാണെന്നോ എവിടെ നിന്നാണ് ചിത്രീകരിച്ചതെന്നോ വ്യക്തമല്ല. വീഡിയോയുടെ ആധികാരികത പരിശോധിച്ച് തുടർ നീക്കം നടത്തുമെന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചത്. ഇതിനായി സുരക്ഷാ ഏജൻസികളെ ചുമതലപ്പെടുത്തി. ഫാദറിന്റെ ജീവൻ സുരക്ഷിതമാണെന്നാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചത്. പ്രധാനമന്ത്രി യമനിലെ അധികൃതരുമായി ബന്ധപ്പെടുന്നുവെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ ഫാദറെ ഏത് സംഘടനയാണ് എവിടേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും വ്യക്തതയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫാദർ ടോം ഉഴുന്നാലിന്റെ വീഡിയോ സന്ദേശം കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരായ കുറ്റപത്രമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇനിയെങ്കിലും മന്ദതയും അവഗണനയും വിട്ട് ഫാദറിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന ഫാദറിന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറനീക്കുന്നതാണ്. മോചനത്തിന് കഴിഞ്ഞ 10 മാസമായി കേന്ദ്രം നടത്തുന്ന പരിശ്രമം എന്തെന്ന് വെളിപ്പെടുത്തണമെന്നും ഫാദറിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര നടപടികൾ എടുക്കണമെന്നും കോടിയേരി കേന്ദ്ര സർക്കാരിനോട് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. അഴിമതി വെച്ചുപൊറുപ്പിക്കരുതെന്നും പാരിതോഷികങ്ങൾ സ്വീകരിക്കരുതെന്നും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഒരു മന്ത്രിയുടെ സ്റ്റാഫ് മറ്റ് വകുപ്പുകളിൽ ഇടപെടരുതെന്നും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടനിലക്കാരെ സൂക്ഷിക്കണമെന്നും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും കുറ്റമറ്റതുമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചത്. അഴിമതി വെച്ചുപൊറുപ്പിക്കരുതെന്നും പാരിതോഷികങ്ങൾ സ്വീകരിക്കരുതെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഒരു മൊബൈൽ ഫോൺ സ്വീകരിക്കുന്നതുപോലും അഴിമതിയാണ്. ഒരു മന്ത്രിയുടെ സ്റ്റാഫ് മറ്റു വകുപ്പുകളിൽ ഇടപെടരുത്. അതേസമയം വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ ഏകോപനമുണ്ടാവണം. കാര്യങ്ങൾ നേടിയെടുക്കാനെത്തുന്ന ഇടനിലക്കാരെ സൂക്ഷിക്കണം. രാഷ്ട്രീയാടിസ്ഥാനത്തിൽ തീരുമാനങ്ങളും നടപടികളും എടുക്കരുത്. രാഷ്ട്രീയ പ്രതിയോഗിയാണെങ്കിൽ പോലും ആവശ്യം ന്യായമാണെങ്കിൽ പരിഗണിക്കണം. വ്യക്തിവിരോധവും രാഷ്ട്രീയ വിരോധവും തീർക്കാൻ പലരും സമീപിക്കും. അവർക്ക് വഴങ്ങരുത്. സ്ഥലം മാറ്റത്തിനായി മാനദണ്ഡമുണ്ടാക്കും. അവ കർശനമായി പാലിച്ചു മാത്രമാകും സ്ഥലം മാറ്റം. കൃത്യനിഷ്ഠ പാലിക്കണം. പുറത്തുപോകുമ്പോൾ എവിടെയാണെന്ന് ഓഫീസിൽ അറിയിക്കണം തുടങ്ങിയവയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. ഫയൽ നീക്കം വേഗത്തിലാക്കാനും ഓഫീസ് പ്രവർത്തനത്തിലെ അപാകത ഒഴിവാക്കാനുമായും മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ നൽകി. അതേസമയം യോഗം സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗം 1.5 മണിക്കൂർ നീണ്ടു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. CPIM തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവുമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു.
സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 7 മാസത്തെ ഭരണ പരാജയം അത് നമുക്ക് വേണ്ടത്ര പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ആരാണ് ഭരണപക്ഷം എന്ന് ചോദിച്ചാൽ അതും മാർക്സിസ്റ്റ് പാർട്ടിയാണ്, പ്രതിപക്ഷം ആരാന്ന് ചോദിച്ചാൽ അതും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ നമ്മുടെ ജോലി പോലെ അവരെ ഏറ്റെടുത്തിരിക്കുക. ഭരണത്തിനെ കുറിച്ചിട്ടുള്ള വിമർശനമാണ് ഭരണകക്ഷി അംഗങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇറക്കുക. പ്രതിപക്ഷത്തുള്ള നമ്മുടെ ജോലി എന്താ? സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതിനെതിരായിട്ട് സമരപരിപാടികളാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി. ആ കാര്യത്തിൽ നമ്മൾ വല്ല സമരവും ചെയ്തോ? ട്വിറ്ററിൽ കളിക്കുകയല്ലാണ്ട് സമരത്തിലേക്ക് പോയിട്ടുണ്ടോ? EAPA നിയമം ചുമത്തി ഇവിടെ ആളുകളെ അകാരണമായി പീഡിപ്പിക്കുന്നതിനെതിരായി ഒരു സമരത്തിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞോ? സമരത്തിലേക്ക് പോയിട്ടില്ല. കെ മുരളീധരന് VD സതീശന്റെ മറുപടി. പരിമിതികൾക്കകത്തുനിന്ന് കോൺഗ്രസ് പ്രതിപക്ഷ ദൗത്യം നിർവഹിക്കുന്നുണ്ടെന്നും മുതിർന്ന നേതാക്കൾ പ്രസ്താവനകളിൽ മിതത്വം പാലിക്കണമെന്നും സതീശൻ പറഞ്ഞു. ഈ അവസരത്തിൽ നമുക്കൊരു നിഷേധാത്മകമായ ഒരു സമീപനം വേണ്ട. മുതിർന്ന നേതാക്കന്മാർ ഒരു സ്വല്പകാലം കൂടി ഒരു മിതത്വം പാലിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടിയെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പിന്തുണയും ഈ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ളൊരു ടീം വന്നിരിക്കുന്നവർക്ക് എല്ലാ മുതിർന്ന നേതാക്കന്മാരും അനുഭവ സമ്പത്തുള്ള പരിണതപ്രജ്ഞരായ എല്ലാ കോൺഗ്രസിലെ നേതാക്കന്മാരും കൂടി ഈ യുവതലമുറയ്ക്ക് നല്ലൊരു പിന്തുണ കൊടുക്കുക. തിരികെ വാർത്തയിലേക്ക്. ഗൗരിയമ്മ സ്വയം വിരമിക്കണമെന്നാവശ്യപ്പെട്ട് JSSലെ ഒരു വിഭാഗം ഗൗരിയമ്മയ്ക്ക് കത്ത് നൽകി. സംസ്ഥാന സെക്രട്ടറി ഗോപന്റെ നേതൃത്വത്തിലാണ് കത്ത് നൽകിയത്. JSSന്റെ ഭൂരിപക്ഷം അനുയായികളും തങ്ങളോടൊപ്പമാണെന്ന് ഇവർ അവകാശപ്പെട്ടു. എന്നാൽ കത്ത് ഗൗരിയമ്മ തള്ളിക്കളഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം JSSലെ ഗ്രൂപ്പ് തർക്കം വീണ്ടും പരസ്യമാവുകയാണ്. മുൻകാലങ്ങളിൽ പാർട്ടി നേതാക്കളെ പുറത്താക്കുകയായിരുന്നു പതിവെങ്കിൽ ഇത്തവണ പാർട്ടി സ്ഥാപക നേതാവ് നേതൃത്വത്തിൽ നിന്ന് മാറണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. KR ഗൗരിയമ്മ JSS ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വയം വിരമിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി B ഗോപന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കത്ത് നൽകി. വിവേചന ബുദ്ധി നശിച്ച ജനറൽ സെക്രട്ടറി ഉപജാഗ വൃന്ദത്തിന്റെ പിടിയിലാണെന്നും ഏകാധിപതിയായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. പഴയതുപോലുള്ള ഒരു വിവേചന ഒരു ബുദ്ധി സ്വാഭാവികമായും ഗൗരിയമ്മയ്ക്ക് കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിഹാസ്യതയിലേക്ക് ഈ മഹാനേതാവ് പോകാതിരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗൗരിയമ്മ ഇനിയെങ്കിലും ഒരു വാനപ്രസ്ഥത്തിലേക്ക് മാറി നിൽക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാലത്ത് ഗൗരിയമ്മയ്ക്കെതിരെ CPM പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് നടപടിയെന്നും സെക്രട്ടറി B ഗോപനും കൂട്ടരും പറയുന്നു. JSSന് ലഭിച്ച ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ സ്വന്തം ഇഷ്ടക്കാർക്ക് ഗൗരിയമ്മ നൽകിയതാണ് ഇവരുടെ എതിർപ്പിന്റെ പ്രധാന കാരണം. അതേസമയം കത്ത് ഗേറ്റിലെ എഴുത്തുപെട്ടിയിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഗൗരിയമ്മ പറഞ്ഞു. അതുകൊണ്ട് എന്താ കാര്യം? ഗോപന്റെ ഒരാളുടെ അടുത്ത് വന്നാൽ ഞാൻ രാജിവെച്ചു. ഇതിനൊരു ഭരണഘടനയുണ്ട്. ഭരണഘടന പ്രകാരം ഞാൻ രാജിവെക്കണം. ഭൂരിപക്ഷം സ്റ്റേറ്റ് കമ്മിറ്റിക്കാർ പറഞ്ഞാൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. അംഗങ്ങൾ നിർബന്ധിച്ചതിനാലാണ് താൻ പാർട്ടി പദവികളിൽ തുടരുന്നത്. സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിന്റെ പിണക്കമാണ് ഗവൺമെന്റിന്റേതെന്നും പാർട്ടി വിലയിരുത്തി. 29-ന് ചേരുന്ന JSS സംസ്ഥാന സെന്റർ നടപടികൾ ചർച്ച ചെയ്യും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരികെ വാർത്തയിലേക്ക്. ശബരിമലയിൽ ഇന്നലെ നടന്ന അപകടത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. സംഭവത്തിൽ ദേവസ്വം ബോർഡ് അനാസ്ഥ കാട്ടി. ബാരിക്കേഡുകൾ ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം ദേവസ്വം ബോർഡ് പാലിച്ചില്ലെന്നും DGP പറഞ്ഞു. ശബരിമലയിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കുമെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തെങ്കിലും തെറ്റ് ആരുടെ സൈഡിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും നടപടി എടുക്കാനാണെങ്കിൽ ഞാൻ നടപടി എടുത്തോളാം. ADGP എന്നെ പറഞ്ഞു, സാർ അത് ഞങ്ങൾ ഈ മാറ്റർ ട്രാവൻകൂർ ദേവസ്വം ബോർഡിക്ക് ഓഗസ്റ്റ് മാസത്തിലെ കത്ത് വഴി പറഞ്ഞായിരുന്നു. പക്ഷേ അതൊന്നും അത് അവർ സ്ട്രോങ് ചെയ്തിട്ടില്ല. കൈരളി പീപ്പിൾ TV ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ മേഖലയിലെ മികച്ച സേവനത്തിന് ഡോക്ടർ നൂന മാർജയും സ്വകാര്യ മേഖലയിലെ മികച്ച ഡോക്ടറായി ജോസ് ചാക്കോ പെരിയപ്പുറത്തെയും സന്നദ്ധ മേഖലയിലെ മികച്ച സേവനത്തിന് ഡോക്ടർ S അബ്ദുൽ ഖാദറിനെയും തെരഞ്ഞെടുത്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്തു. ആരോഗ്യമന്ത്രി KK ശൈലജയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എത്രത്തോളം പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ കൂടി. സ്വാമി, തീർച്ചയായും അങ്ങേയറ്റം പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി പീപ്പിൾ TVയുടെ 3ാമത് ഡോക്ടേഴ്സ് അവാർഡിന്റെ വിതരണം കൊച്ചിയിൽ നടന്നത്. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൈരളി TV ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. കൈരളി TV MD ജോൺ ബ്രിട്ടാസ്
മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. മേയർ സൗമിനി ജെയിൻ, കൈരളി ഡയറക്ടർമാരായ എ വിജയരാഘവൻ, എം മോനായി, പി എ സിദ്ധാർത്ഥ മേനോൻ, വി കെ അഷറഫ്, IMA പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. 3 മേഖലകളിലായി 3 ഡോക്ടർമാർക്കാണ് അവാർഡുകൾ നൽകിയത്. സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനും, സർക്കാർ മേഖലയിൽ നിന്ന് ഡോക്ടർ നൂന മാർജിക്കും, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ S അബ്ദുൽ ഖാദറുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഒപ്പം യുവ ചികിത്സാ സംരംഭകനുള്ള പ്രത്യേക പുരസ്കാരം ഡോക്ടർ ഷംസീർ വയലിലും ഏറ്റുവാങ്ങുകയുണ്ടായി. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടറായി ഡോക്ടർ നൂന മാർജയും, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ S അബ്ദുൽ ഖാദറും തെരഞ്ഞെടുക്കപ്പെട്ടു. യുവ ചികിത്സാ സംരംഭകനുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ ഓൺട്രപ്രണർഷിപ്പ് അവാർഡ് VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിന് സമ്മാനിച്ചു. നിരവധി എൻട്രികളിൽ നിന്നായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടെലിവിഷൻ ചാനൽ മികച്ച ഡോക്ടർമാരെ കണ്ടെത്തി ആദരിക്കാൻ അവാർഡ് ഏർപ്പെടുത്തിയത്. ജനകീയ നാമനിർദ്ദേശത്തിലൂടെ ലഭിച്ച നിരവധി അപേക്ഷകൾ പരിഗണിച്ചാണ് കേരള സർവകലാശാല മുൻ വിസിയും പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ B ഇക്ബാൽ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഡോക്ടർ ആശ കിഷോർ എന്നിവരടങ്ങിയ വിദഗ്ധ സമിതി അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അമരക്കാരൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനാണ് സ്വകാര്യ മേഖലയിലെ മികച്ച ഡോക്ടർക്കുള്ള കൈരളി പീപ്പിൾ പുരസ്കാരം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഹാർട്ട് ഫൗണ്ടേഷൻ നിർധനരായ 100 കണക്കിന് ഹൃദ്രോഗികൾക്കാണ് ആശ്വാസമേകുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ചോലനായ്ക്കരുടെ പ്രിയപ്പെട്ട ഡോക്ടർ നൂന മാർജിയാണ് സർക്കാർ സർവീസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉൾക്കാട്ടിൽ മാരകരോഗങ്ങളും പോഷകാഹാരക്കുറവും കൊടും പട്ടിണിയുമായി കഴിയുന്നവർക്ക് മരുന്ന് നൽകി ജീവൻ കാക്കുന്ന ഡോക്ടർ നൂന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്. വാദപ്പനിക്കും വാതജന്യ ഹൃദ്രോഗത്തിനുമെതിരെ ഒരു സമൂഹത്തെ ഒന്നാകെ ഉദ്ബോധിപ്പിച്ച വ്യക്തിത്വമെന്ന നിലയിലാണ് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ S അബ്ദുൽ ഖാദറിനെ സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് തെരഞ്ഞെടുത്തത്. ഹൃദയവാൽവിനെ തന്നെ അപകടത്തിലാക്കുന്ന വാദപ്പനിക്കെതിരെ 2 പതിറ്റാണ്ട് മുമ്പ് സ്കൂളുകളിൽ നടത്തിയ ബോധവൽക്കരണത്തിലൂടെ ഒരു തലമുറയെ തന്നെയാണ് ഡോക്ടർ അബ്ദുൽ ഖാദർ രക്ഷിച്ചെടുത്തത്. UAE-യിലെ ആതുര സേവന മേഖലയ്ക്ക് മാനുഷിക മുഖം നൽകി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മലയാളിയാണ് ഡോക്ടർ ഷംസീർ വയലിൽ. റേഡിയോളജിസ്റ്റായി തുടങ്ങി UAE-യുടെ ആരോഗ്യമേഖലയിലെ അതിശക്തമായ സാന്നിധ്യമായി വളർന്ന VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഡോക്ടർ ഷംസീർ. ഈ 4 ഡോക്ടർമാരെ ആദരിക്കുന്നതിലൂടെ ആതുര ശുശ്രൂഷ രംഗത്തെ മാനവികതയാണ് കൈരളിയും പീപ്പിളും ഉയർത്തിപ്പിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കേരളം അംഗീകരിച്ച ആതുര ശുശ്രൂഷ പ്രവർത്തകരെയാണ് കൈരളി കണ്ടെത്തിയതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മറ്റു മാധ്യമങ്ങളും കൈരളിയുടെ പാത പിന്തുടർന്ന് ഡോക്ടർമാരെ ആദരിക്കാൻ തുടങ്ങിയത് കൈരളിക്കുള്ള അംഗീകാരമായി കാണുന്നുവെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും അഭിപ്രായപ്പെട്ടു. കൈരളി പീപ്പിളിന്റെ ഡോക്ടേഴ്സ് അവാർഡ് ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടി അധ്യക്ഷനായ ചടങ്ങ് ആരോഗ്യമന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. പുരസ്കാരങ്ങൾ തർക്കമില്ലാത്തതാണെന്നും അവാർഡ് നിർണയ സമിതി നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾ നെഞ്ചേറ്റിയതാണ് പുരസ്കാര ജേതാക്കളായ ഡോക്ടർമാരെയെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. ഇവിടെ 4 പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവാർഡ് കൊടുക്കുന്നതിനായിട്ട്. ആർക്കും ഒരു തർക്കവുമില്ലാത്ത അവാർഡാണ് ഈ 4 പേരും സ്വീകരിക്കുന്നത്. കാരണം അവരെ അവാർഡ് നിർണയ സമിതി നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടുള്ളവരാണ്. പുരസ്കാരം ഏർപ്പെടുത്താനായതിൽ കൈരളി TVക്ക് അഭിമാനമുണ്ടെന്നും ജീവനെയും ജീവിതത്തെയും പറ്റിയാണ് ഡോക്ടേഴ്സ് അവാർഡ് ചർച്ച ചെയ്യുന്നതെന്നും സാധാരണ വേദികളിൽ ചർച്ച ചെയ്യാത്ത വിഷയമാണ് ഈ ചടങ്ങ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടി പറഞ്ഞു. ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി, ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ മാനുഷികത വരുത്തുക എന്നുള്ളത് കൂടെയാണ് ഈ അവാർഡ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. കഴിവുള്ളവരെ അംഗീകരിക്കുക എന്നതാണ് പുരസ്കാരദാനത്തിലൂടെ കൈരളി ലക്ഷ്യമിടുന്നതെന്ന് MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കൈരളി TV തുറന്ന വഴിയിലൂടെ മറ്റു മാധ്യമങ്ങളും വന്നു എന്നത് അംഗീകാരമായി കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ജീവനെ നിലനിർത്താനോ നിഷേധിക്കാനോ അവരുടെ കൈവിരലിന്റെ ഒരു സ്പർശം മാത്രം മതിയാണ്. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധത, ഉത്തരവാദിത്വം, സമർപ്പണഭാവം, ഇത്തരത്തിലുള്ള ഘടകങ്ങളെ കുറച്ചും കൂടി മൂർത്തമായ രീതിയിൽ
പരിപോഷിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് കൈരളി TV ഇത്തരമൊരു അവാർഡ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV.